ചേട്ടാ, ബംഗ്ലാദേശ് ഇന്ത്യയോട് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് പറഞ്ഞ വാർത്തയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞും മറ്റൊരു വാർത്തയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു യുദ്ധത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു 50,000 ടൺ അരി ബംഗ്ലാദേശ് ഇന്ത്യയോട് ചോദിച്ചിരുന്നു. അതിൻ്റെ അടുത്ത ദിവസം ഷെയ്ഖ് ഹസീനയും ചോദിക്കുന്നു. ഇത് രണ്ടും കൂടെ നടക്കില്ലല്ലോ. ബേസിക്കലി ബംഗ്ലാദേശ് വലിയൊരു ക്രൈസിസിലാണ്. അവർക്ക് ഓപ്പൺലി ഇന്ത്യ ആയിട്ട് കൺഫ്രണ്ടേഷൻ നടത്താൻ താല്പര്യമില്ല. പക്ഷേ അവർക്ക് ചിലരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇന്ത്യയായിട്ട് ഒരു മോശം ഇതാണെന്നും ഇന്ത്യയെ ഞങ്ങൾ ഒന്ന് ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും ഒക്കെ ഒന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ. ബേസിക്കലി ഇവർ പറയുന്നത് 2013 ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു എക്സ്ട്രഡീഷൻ ട്രീറ്റി ഒപ്പിട്ടിട്ടുണ്ടെന്നാണ്. എന്ന് വെച്ചാൽ തടവ് പുള്ളികളെ കൈമാറാൻ വേണ്ടി ഒരു എഗ്രിമെൻറ്റ് ഇവർ തമ്മിലുണ്ട് ഓൾറെഡി. പക്ഷേ ഷെയ്ഖ് ഹസീന ഇതിൽ വരില്ല. കാരണം അവർ ഇന്ത്യയിൽ താമസിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ നേച്ചർ ഉള്ള ഒരു കാര്യം എടുത്തുകൊണ്ടാണ് ഇന്ത്യയിൽ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇവർക്ക് എത്ര കാലം വേണമെങ്കിലും രാഷ്ട്രീയ അഭയം കൊടുക്കാം ഇന്ത്യക്കും. അത് ഇന്റർനാഷണൽ ലോ പ്രകാരം തെറ്റ് അല്ല. കാരണം ഇതിനു മുമ്പും രാജ്യദ്രോഹിയൊന്നുമല്ലല്ലോ, ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് അല്ലായിരുന്നു. അതെ, അവര് 6 വർഷം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. 6 വർഷം ഓൾറെഡി ഇന്ത്യയിൽ അവർ താമസിച്ചിട്ടുണ്ട്. 1971 ബംഗ്ലാദേശ് സൃഷ്ടിച്ചത്. ഭാരതത്തിന്റെ ഇൻവോൾവ്മെന്റോടുകൂടി ഡിസംബർ 16, 1971 പാകിസ്ഥാന്റെ സൈന്യം ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങിയത്. അതിനുശേഷം ഇവരുടെ അച്ഛൻ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ബംഗ്ലാദേശിന്റെ സുപ്രീം ലീഡറായി. അതിനുശേഷം 1975 ഒരു പട്ടാള അട്ടിമറി ബംഗ്ലാദേശിൽ നടന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഷെയ്ഖ് ഹസീനയൊക്കെ ബ്രിട്ടനിലായിരുന്നു. അതിനുശേഷം ഇന്ത്യ ഇവർക്ക് അഭയം കൊടുത്തു. ഒരു 6 വർഷത്തോളം ഇവർ ഇന്ത്യയിലായിരുന്നു. പിന്നെ 1981 അവാമി ലീഗിന്റെ പ്രസിഡന്റായാണ് ഇവർ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് പോയത്. അതിനുശേഷം അവർ പ്രധാനമന്ത്രിയായി കണ്ടിന്യൂസ്ലി അവരാണ് രാജ്യം ചലിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷമാണ് പ്രത്യേകിച്ച് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ ഇൻവോൾവ്മെന്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് സ്ഥാനം നഷ്ടപ്പെട്ടത്. ഇതിനകത്ത് ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അരിക്ക് വേണ്ടി ഇന്ത്യയുടെ കാല് പിടിക്കുന്നു. 50,000 ടൺ അരി വേണമെന്ന് പറഞ്ഞ് കാല് പിടിക്കുന്നു. അതേ ഇവർ തന്നെ ഷെയ്ഖ് ഹസീനയെ വിട്ടുതരണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ വരുന്നു. രണ്ടും ഒരു ആഭാസതരമല്ലേ അത്? ബേസിക്കലി ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരൊരു മസിൽ ഫ്ലെക്സിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഈ ഇന്ററിം ഗവൺമെന്റ് ഉണ്ടല്ലോ മുഹമ്മദ് യൂനസിന്റെ, അദ്ദേഹം ഹൈലി അൺപോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിൽ. ഒന്ന്, വലിയ രീതിയിൽ ദാരിദ്ര്യം സംഭവിക്കുന്നുണ്ട്, തൊഴിൽ പ്രശ്നം. കാരണം അവിടെ ഇൻവെസ്റ്റേഴ്സ് പലരും ഇപ്പോൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുവാണ്. കാരണം ബംഗാളിലും ഇതേ ഇൻഡസ്ട്രി തന്നെ ബംഗാളിലുണ്ട്. കാരണം ബംഗ്ലാദേശിൻ്റെ ഏറ്റവും ഫ്ലറിഷിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഒന്ന് ജൂട്ട് ഇൻഡസ്ട്രിയും, രണ്ട് തുണി, ഒരുപാട് ടെക്സ്റ്റൈൽ മിൽസ് ഉണ്ട്. ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ചാൽ അവിടെ ചീപ്പ് ലേബർ അവൈലബിൾ ആണ്. ഈ വളരെ തുച്ഛമായ പൈസയ്ക്ക് അവിടെ ജോലി ചെയ്യാൻ ആളെ കിട്ടും. അതുകൊണ്ടാണ് ഈ കമ്പനികളെല്ലാം ബംഗ്ലാദേശിൽ കുറേ ഇൻവെസ്റ്റ് ചെയ്തത്. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് സംഘർഷങ്ങളുണ്ടായല്ലോ. ഇപ്പോൾ ഒരുപാട് ഇന്റേണൽ ഇഷ്യൂസ് ബംഗ്ലാദേശിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പതുക്കെ പലരും ഒന്ന് ഗുജറാത്തിലേക്ക് പോകുന്നുണ്ട്, പലരും വെസ്റ്റ് ബംഗാളിലേക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ഷിഫ്റ്റ് ചെയ്യാനുണ്ട്. ഇതുകൊണ്ട് അവിടുത്തെ ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇൻകം പ്രശ്നമുണ്ട്, ഭക്ഷണത്തിന് ക്ഷാമമുണ്ട്, പിന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി അവിടെയുണ്ട്. പിന്നെ ഇവരിപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു സപ്പോർട്ടേഴ്സായിട്ടാണ് ബംഗ്ലാദേശ് നിൽക്കുന്നത്. അതിൽ സംതൃപ്തരല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ബംഗ്ലാദേശിൽ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭരണം ഹൈലി അൺപോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഇതിൽ നിന്ന് ഒരു മാറ്റം ഇദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും എളുപ്പമുള്ളത് കാര്യം ഒരു കോമൺ എനിമിയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ബേസിക്കലി ആ കോമൺ എനിമി എന്ന് പറയുന്നത് ഇന്ത്യയെ ആക്കാനാണ് ഇവർ. കാരണം ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ഒരു എക്സ്പ്ലോയിറ്റേഴ്സ് ആണെന്നും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ പല സ്റ്റേറ്റ്മെന്റ്സും ഉണ്ട്. 1971 ഈ ബംഗ്ലാദേശിനെ സൃഷ്ടിച്ചത് ഇന്ത്യയാണ്. പക്ഷെ ഇപ്പോൾ അവർ പറയുന്നത് ഇന്ത്യ ഒരു ഭാഗം മാത്രമായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങളാണ് ഇതെല്ലാം ശരിയാക്കിയത്, ഞങ്ങൾ ചെറിയ സപ്പോർട്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ആ ഒരു നറേറ്റീവിലേക്ക് ഇവർ മാറുവാണ്. പ്രത്യേകിച്ച് ഇത്രയും നാളും ബംഗ്ലാദേശിന് ഒരു ഇന്ത്യ ഫസ്റ്റ് പോളിസി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ നേരത്തെ സംസാരിച്ചതിനെ പറ്റി ബംഗ്ലാദേശ് അതിന്റെ ജോഗ്രഫി വളരെ പ്രധാനപ്പെട്ട, എത്രത്തോളം ചരിത്രത്തെ വളച്ചൊടിക്കാൻ നോക്കിക്കഴിഞ്ഞാലും പക്ഷെ നടക്കുന്ന കാര്യമല്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന, കാരണം ഒന്ന് മുക്തിബാഹിനി എന്ന ഒരു ഫോഴ്സ് ആണ് ബേസിക്കലി ബംഗ്ലാദേശിനെ ലിബറേറ്റ് ചെയ്തത്. അതിനെ ഏറ്റവും സപ്പോർട്ട് ചെയ്തതും അതിനെ ട്രെയിനിങ് കൊടുത്തതും അവരുടെ കൂടെ നോക്കി ഇന്ത്യൻ ആർമിയാണ്. അത് ഈ ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവർ കുറച്ച് പേര് എന്തെങ്കിലും നുണ പറഞ്ഞ് അത് മാറില്ല. പ്രത്യേകിച്ച് ഈ ഷെയ്ഖ് ഹസീനയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നും അവർ ഇന്ത്യയുടെ അവരുടെ പാർട്ടിയാണെങ്കിൽ അവാമി ലീഗ്, അവിടുത്തെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണത്. അവർ ഒരുപാട് ഹിന്ദു ലീഡേഴ്സ് ഉണ്ട് അവാമി ലീഗിന്. അപ്പോൾ ബേസിക്കലി ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതൊക്കെയാണ്. ഒന്ന്, ഹിന്ദുക്കൾക്ക് അവിടെ ഒരു സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അവിടെ ഹിന്ദുക്കൾക്ക് റൈറ്റ്സ് ഉണ്ട്, അവിടെ ഹിന്ദുക്കൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. പല കോളേജുകളിലും സ്കൂളുകളിലേക്ക് പ്രിൻസിപ്പൾമാരൊക്കെ ഹിന്ദുക്കളാണ്. ഇപ്പോൾ നമ്മൾ പല വീഡിയോസ് കണ്ട് അവർ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ അവിടെ ചെന്നിട്ട് ഇവരെ ഫോഴ്സ്ഫുള്ളി റിസൈൻ ചെയ്യുകയാണ്. ഇവരെല്ലാം അപ്പുറം ഒരു കാര്യമുണ്ട്. ഒരു രാജ്യത്ത് തൊഴിലില്ലെങ്കിൽ
ആഹാരം കഴിക്കാനുള്ള സാമ്പത്തികമില്ലെങ്കിൽ ആ രാജ്യത്തിലെ ജനങ്ങൾ തന്നെ ഇവർക്ക് എതിരാകും. ഈ ജമാഅത്തെ ഇസ്ലാമി അവിടുത്തെ ജനങ്ങൾ തന്നെ അടിച്ചോടിക്കും. ഇപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ 18 കോടി ജനങ്ങളാണ് ബംഗ്ലാദേശിന്റെ പോപ്പുലേഷൻ. അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. ഒരു ചെറിയ രാജ്യമാണ് ബംഗ്ലാദേശ്, പക്ഷെ ഇത്രയും ആൾക്കാരുള്ളത് തന്നെ ഈ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ട്രെയിൻസിലൊക്കെ ഉള്ള ആൾക്കാർ, ട്രെയിനിൻ്റെ മുകളിൽ കയറിയ ആൾക്കാർ യാത്ര ചെയ്യും, ട്രെയിനിൻ്റെ ഈ ജനലൊക്കെ പിടിച്ചുകൊണ്ട് ബംഗ്ലാദേശ് ട്രെയിനിൽ ആൾക്കാർ യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ അത്രത്തോളം ദാരിദ്ര്യമുള്ള ഒരു രാജ്യമായിരുന്നു. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്താണ് ബംഗ്ലാദേശിൻ്റെ ഒരു ഇക്കണോമിക് ഗ്രോത്ത് വലിയ രീതിയിൽ ഉണ്ടായി തുടങ്ങി. അത് ഷെയ്ഖ് ഹസീനയുടെ പോളിസീസ് ഹെൽപ്ഫുൾ ആയിരുന്നു. അവർക്ക് പല സപ്പോർട്ടുകളും ഇപ്പോൾ ഇന്ത്യ തന്നെയാണെങ്കിലും എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് വഴി ലൈൻ ഓഫ് ക്രെഡിറ്റ് ഒക്കെ ഒരുപാട് പൈസ കൊടുത്തിട്ടുണ്ട് ബംഗ്ലാദേശിന് അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് പാർട്ണറാണ്. അപ്പോൾ അങ്ങനെ ഒരു കെയർ എപ്പോഴും ഇന്ത്യ ബംഗ്ലാദേശിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈ ബംഗ്ലാദേശിലെ ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് പാകിസ്ഥാനെയായിരുന്നു. കാരണം 1971 ഈ യുദ്ധം നടന്നപ്പോൾ, ഈ സംഘർഷം നടന്നപ്പോൾ ഈ ബംഗ്ലാദേശിലെ സ്ത്രീകളെ വലിയ രീതിയിൽ ബലാത്സംഗം ചെയ്ത പാകിസ്ഥാൻ ആർമിയുടെ കൂടെ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരും ഉണ്ടായിരുന്നു. ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ അത്രത്തോളം ഈ ബംഗ്ലാദേശിന്റെ ആത്മാവിനെ കൊല്ലാൻ ശ്രമിച്ച ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഇത്രയും നാളും ഇവർ നിരോധിക്കപ്പെട്ട സംഘടനയായിരുന്നു. ഇവർക്ക് അധികാരത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ലായിരുന്നു. പ്രത്യേകിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു പാർട്ടിയാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. ഖാലിദ സിയ എന്നായിരുന്നു അവരുടെ നേതാവ്. അപ്പോൾ ഇപ്പോൾ അവർക്ക് അധികാരത്തിലേക്ക് വരാനൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് നാച്ചുറലി അധികാരത്തിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുന്നു എന്നാണ്. അപ്പോൾ അവരത് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നാച്ചുറലി അവർക്ക് ഷെയ്ഖ് ഹസീന അവരെ സംബന്ധിച്ചിടത്തോളം സെക്യുലർ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അവർക്ക് ഈ രാജ്യത്ത് അവരെ വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അവാമി ലീഗിൻ്റെ പ്രവർത്തകരെയൊക്കെ ഒരുപാട് പേരെ ആക്രമിച്ചു. മുസ്ലിങ്ങളെ ആക്രമിച്ചു, ഹിന്ദുക്കളെ ആക്രമിച്ചു, ക്ഷേത്രങ്ങളെ ആക്രമിക്കുന്നു, സന്യാസിമാരെ ആക്രമിക്കുന്നു. അവർ ഭയങ്കര റാഡിക്കലായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇവരെന്ന് പറഞ്ഞ ജമാഅത്തി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ നാച്ചുറലി ഇപ്പോൾ നമുക്ക് അറിയാലോ, ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശ് ഗവൺമെന്റിന്റെ കയ്യിൽ ഈ ഷെയ്ഖ് ഹസീനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഈ അവസ്ഥ? കുന്നുകളയത്തുള്ളൂ. പല രാജ്യങ്ങളിൽ, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പല രാജ്യങ്ങളും നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ ഗദ്ദാഫി, ഈ ലിബിയയുടെ ഡിക്റ്റേറ്റർ ആയിരുന്നു കേണൽ ഗദ്ദാഫി. അയാളെ ആൾക്കാർ പിടിച്ച് കൊന്നു കളഞ്ഞു. അതിൻ്റെയൊക്കെ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ബേസിക്കലി ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാനാണ് അവരാഗ്രഹിക്കുന്നത്. ഒരു ഫ്രീ ആൻഡ് ഫെയർ ട്രയൽ. ഇപ്പോൾ ഇവരെന്തെങ്കിലും കുറ്റം ആരോപിക്കും, നാച്ചുറലി ഹസീന എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് ഒരു ഫ്രീ ആൻഡ് ഫെയർ ട്രയൽ കോടതിയിൽ ഇവരെ പ്രൊഡ്യൂസ് ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല. അവരെ അങ്ങ് തീർത്ത് കളയും, നശിപ്പിച്ച് കളയും, കൊന്നുകളയും. ഇതാണ് അവിടുത്തെ ഈ ഹാർഡ് ലൈനർ, ഈ തീവ്രവാദി സംഘടനകൾക്കെല്ലാം വേണ്ടത്. ഇപ്പോഴത്തെ ഇന്ററിം ഗവൺമെന്റ് അത് ടൂത്ത്ലെസ് ഗവൺമെന്റ് ആണ്. അവർക്ക് കൃത്യമായി ഒരു പോളിസീസും ഇല്ല. അവർ അമേരിക്കയുടെയും പാകിസ്ഥാൻ്റെയൊക്കെ ഒരു പപ്പറ്റ് ഗവൺമെന്റ് ആണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പോഴാണ് ഇവർ ഇന്ത്യ ഗവൺമെന്റിനോട് പറയണത് ഷെയ്ഖ് ഹസീനയെ തിരിച്ചു കൊടുക്കണമെന്ന്. അത് ബേസിക്കലി അഭയം ചോദിച്ച ഒരു സ്ത്രീയാണ് അവർ. ഇന്ത്യ പലപ്പോഴായി പലർക്കും അഭയം കൊടുത്തിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കൽ, പ്രത്യേകിച്ച് ഈ ടിബറ്റിൽ നിന്നൊക്കെ വന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഡൽഹിയിലും അവിടെയൊക്കെ താമസിക്കുന്നുണ്ട്. അങ്ങനെ രാഷ്ട്രീയ അഭയം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയെ പോലെ ഒരു ഗ്ലോബൽ സൂപ്പർ പവറിൻ്റെ അടുത്ത്, ഈ ലോകം മുഴുവനും ഒരു മാതൃകയാക്കി നിർത്താൻ പറ്റുന്ന ഒരു രാജ്യത്തിൻ്റെ അടുത്ത് ഒന്നും അല്ലാത്തൊരു ബംഗ്ലാദേശ് ഇങ്ങനെ ചെയ്യുന്നത്, ഒരു ആജ്ഞ സ്വരത്തിൽ ഇങ്ങനെ പറയുന്നത് തികച്ചും അപഹാസ്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നല്ലോ, എക്സ്ട്രഡിഷൻ റിക്വസ്റ്റ് വന്നപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞത് നോ കമന്റ്സ് എന്നാണ്. കാരണം അവർ ബംഗ്ലാദേശിനെ സീരിയസ് ഒരു എൻറ്റിറ്റി ആയിട്ട് കാണുന്നില്ല. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്ന് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ എനിക്ക് തോന്നുന്നു. ബംഗ്ലാദേശിൽ ഇനിയും ഇഷ്യൂസ് ഉണ്ടാവും. കാരണം ഇനി പാകിസ്ഥാൻ, ഈ ഇറാനൊക്കെ ഹിസ്ബുള്ളകൾ ഉപയോഗിക്കുന്ന പോലെ ബംഗ്ലാദേശിന് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് പാകിസ്ഥാൻ. അപ്പോൾ നാച്ചുറലി ഇന്ത്യ റെസ്പോണ്ട് ചെയ്യും. അത് ഏത് രീതിയിലായിരിക്കുമെന്ന് നമുക്ക് എത്രത്തോളം മോശമാകുന്നു സെലിബ്രേഷൻ, അതിനനുസരിച്ച് അത്രത്തോളം മോശം തിരിച്ചടി ഉണ്ടാവും. ബംഗ്ലാദേശിന് പല രീതിയിൽ തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യക്ക് സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ അരാക്കൻ ആർമി റഖൈൻ, മ്യാൻമാറിൽ നിന്ന് ബംഗ്ലാദേശിന്റെ പല ഭാഗങ്ങളും പിടിച്ചെടുത്തു എന്ന് നമ്മൾ കണ്ടതാണ്. അങ്ങനെ പല പ്രശ്നങ്ങളും ഇന്ത്യക്കും സൃഷ്ടിക്കാൻ പറ്റും ബംഗ്ലാദേശിൽ. കാരണം ഈ രാജ്യത്തെ സൃഷ്ടിച്ചത് ബംഗ്ലാദേശിനെ സൃഷ്ടിച്ചത് ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യക്ക് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കും. രാജ്യത്തെ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ താർക്കാനും സാധിക്കും. കാരണം ഇന്ത്യ വളരെ സൂപ്പർ പവറാണ്. വേറൊന്നും വേണ്ട, സാമ്പത്തികപരമായിട്ട് ഇപ്പോൾ ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ആനുകൂല്യങ്ങൾ, അതെ ശരിയാണ്. അത് ആഹാരമാണെങ്കിലും അവർക്കുള്ള സപ്പോർട്ട്. അതെ, ഇന്ത്യയെ സപ്പോർട്ട് ഇല്ലാതെ ബംഗ്ലാദേശിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതൊരു റിയാലിറ്റിയാണ്. അത് ബംഗ്ലാദേശിന്റെ നേതൃത്വം അത് മനസ്സിലാക്കണം. ഇവരെവിടെ നിന്ന് കൊണ്ടുവരും ഈ ആഹാരങ്ങളൊക്കെ? പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയും. പാകിസ്ഥാനിൽ ദാരിദ്ര്യമാണ്. പാകിസ്ഥാനിൽ പട്ടിണി കിടക്കണം. അവരെങ്ങനെ ഇവർക്ക് ഭക്ഷണം കൊടുക്കും? പിന്നെ ചൈന കൊടുക്കും, എന്തൊക്കെയാലും കൊടുക്കാൻ പറ്റില്ല, ചൈനയും കൊടുക്കില്ല. അപ്പോൾ മ്യാൻമാറിൽ നിന്ന് ഇത് അറ്റാക്ക് നടക്കണം അരാക്കൻ ആർമി. അപ്പോൾ നാച്ചുറലി ഇന്ത്യ മാത്രമേ ഉള്ളൂ ഇവർക്ക് ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ട്. അത് ആണ് ഇവരെ ഓരോന്ന് കാണിച്ച് ഇവർ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് കണ്ടറിയേണ്ടി വരും എന്താണ് ഇതിന്റെ ഫ്യൂച്ചർ എന്നും. ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് നാച്ചുറലി തിരിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരെ അവിടുത്തെ നാട്ടുകാരെ അടിച്ചോടിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നാച്ചുറലി ബംഗ്ലാദേശിലേക്ക് ഷെയ്ഖ് ഹസീനയ്ക്ക് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ വരും അടുത്ത കാലത്ത്, 1-2 കൊല്ലം അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ നമുക്കത് കാണാൻ സാധിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്.